ജ്ഞാനപ്പാന ശരിക്കും പൂന്താനത്തിനുള്ളൊരു വിഷമം ഗുരുവായൂരപ്പനോട് പറയുന്നൊരു പോയമാണ്, ഒരു പാട്ടാണ്. അപ്പം അതില് ഏറ്റവും ആദ്യം പൂന്താനം ആ വിഷമം പറയണേക്കാളും മുന്നേ കൃഷ്ണനോട് പൂന്താനം ഒന്നും അല്ല, ആരുമല്ല, തന്നതൊക്കെ കൃഷ്ണനാണ്, ഗുരുവായൂരപ്പന്റെ ആണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി സറണ്ടർ ചെയ്യുക ചെയ്യുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഈ സംഭവം, അതായത് പൂന്താനത്തിനുണ്ടായ ഒരു ട്രാജഡി, ആ ഒരു 6 മാസമായ കുഞ്ഞിന്റെ ചോറൂണിന്റെ ദിവസം കുഞ്ഞ് മരിച്ചു പോവുക ചെയ്യുന്നത്. അപ്പം പൂന്താനം കൃഷ്ണനോട് ചോദിക്കുക ചെയ്യുന്നത്, ഇത്രയും കാലം കഴിഞ്ഞ് ഒരു കുഞ്ഞ് തന്നിട്ട് കൃഷ്ണൻ തന്നെ എടുത്തു, എന്തുകൊണ്ടാ അത് ഉണ്ടായേ, അതെനിക്കറിയില്ല, പൂന്താനത്തിന് അറിയില്ല. അതിന്റെ അത് ആക്സെപ്റ്റ് ചെയ്ത് ആ കുഞ്ഞ് ആ കുഞ്ഞ് പൂന്താനത്തിന്റെ ആയിരുന്നില്ല, ഗുരുവായൂരപ്പനാണ് എല്ലാം എന്നുള്ള ഒരു ആക്സെപ്റ്റൻസിലെത്തി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പൂന്താനം നമ്മളോട് പറഞ്ഞു തരിക ചെയ്യുന്നത് ഈ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ടെമ്പററി ആണ്, അത് നമുക്ക് ശരിക്കുള്ള ഫ്രീഡം എന്താണ്, ശരിക്കുള്ള ഒരു ലൈഫിലെ മീനിങ് എന്താണെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ പൂന്താനം പറയുന്നുണ്ട്, ഇന്ന് എന്റെ എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആയി പോകും. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പം എന്റെ വീട്, എന്റെ വണ്ടി, എന്റെ ആൾക്കാര്, എന്റെ റിലേറ്റീവ്സ്, എന്റെ കാശ് എന്നൊക്കെ പറയുന്നത് നാളെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ വേറൊരാളുടെ വീടായി മാറും, വേറൊരാളുടെ വണ്ടിയായി മാറും, വേറൊരാളുടെ കാശായി മാറും. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ ഫ്രണ്ട്സായി മാറും. അപ്പം നമ്മൾ ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആവുന്നത് അത് ശരിയല്ല എന്നാണ് പൂന്താനം പറയുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ഇലയെല്ലാം മരത്തുനിന്ന് ഒരില വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും വരില്ല. അങ്ങനെ തന്നെ ആണ് നമ്മുടെ ഒരു ലൈഫ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും നമ്മളെ അത്രയും ഓർക്കില്ല, അത് അവരുടെ കുറ്റമല്ല, പക്ഷെ അതാണ് ദ റിയൽ മീനിങ് ഓഫ് ലൈഫ്. ലൈഫ് മൂവ്സ് ഓൺ. നമ്മുടെ കൂടെയുള്ള ആൾക്കാര് ഇന്നുണ്ട്, നാളെ ഇല്ല എന്നെങ്കിലും നമ്മൾ ജീവിക്കണം, അല്ലേ? അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണം പറയാം, നമ്മുടെ ലൈഫ് ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് സ്പെൻഡ് ചെയ്യും. ഇപ്പം കാശിനാണെങ്കിലും ചില ആൾക്കാര് സമ്പത്തിനായിരിക്കാം, ചില ആൾക്കാർ ഭംഗിക്കായിരിക്കാം, ചില ആൾക്കാർ പ്രശസ്തിക്കായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ചില ആൾക്കാര് ഭയങ്കര ഒരു എംപ്റ്റിനെസ് ആയിരിക്കും, ഒരു ലോൺലി ഫീലിംഗ് ആയിരിക്കും. അതിന്റെ റീസൺ എന്താണ്? അതിന്റെ റീസൺ ശരിക്കും നമ്മുടെ സോൾ, നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിന് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു എംപ്റ്റിനെസ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം ഇതൊക്കെ ഒരു ദിവസം പോകും, ഇതൊക്കെ ടെമ്പററി ആണ് എന്നുള്ള ഒരു ഫാക്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല, പൂന്താനം പറയുന്നുണ്ട്, നമ്മൾ അടുത്ത ജന്മത്തില് നമ്മൾ വേറൊരാളായി മാറും. ഈ ഒരു ലൈഫിൽ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ആരായിരുന്നു എന്നൊന്നും ഓർമ്മ പോലും ഉണ്ടാവില്ല. അടുത്ത ജന്മത്തില് നമ്മളൊരു പുതിയൊരു ഐഡന്റിറ്റിയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഇവിടെയാണ് മായ, അതായത് ആ ഒരു ഇല്യൂഷൻ, നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വേൾഡ് ഉണ്ട്, നമ്മളാണ് എല്ലാം എന്നുള്ള ഒരു വേൾഡ്. പക്ഷെ പൂന്താനം പറയാം, അതൊന്നുമല്ല, അതിന്ന് നമ്മൾ പുറത്തേക്ക് വരണം, ശരിക്കുള്ള ഒരു ഭക്തി. അപ്പം ഇവിടെ പൂന്താനം പറയുന്നത് ഗുരുവായൂരപ്പനോടുള്ള ഒരു ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം കൃഷ്ണൻ, അതായത് ഗുരുവായൂരപ്പനാണ് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അതിന്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്നത് നിർത്തുക എന്നല്ല, നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു മീനിങ് കണ്ടെത്തണം. ഇപ്പൊ നമ്മൾ പഠിക്കുവാണെങ്കിലും, ഇതിപ്പോ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിലും, നമ്മൾ ഒരാളോട് സംസാരിക്കുവാണെങ്കിലും പോലും ഒരു അർത്ഥം വേണം. ഒരു സെൻസ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.